നമസ്കാരം. നാളെ ഡിസംബർ 28 പ്രശസ്ത തമിഴ് സിനിമാ താരം വിജയകാന്ത് മരിച്ചിട്ട് ഒരു വർഷം പൂർത്തിയാകുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെപ്പറ്റി ലഭിച്ച ചില നല്ല അറിവുകൾ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. വിജയകാന്തിൻ്റെ അച്ഛന് 2 ഭാര്യമാരായിരുന്നു. ആദ്യത്തെ ഭാര്യയിൽ 4 കുട്ടികൾ, വിജയകാന്ത് ഉൾപ്പെടെ 4 കുട്ടികൾ. ആ സ്ത്രീ മരിക്കുകയും ചെയ്തു. ശേഷം രണ്ടാമത് കെട്ടിയതിൽ നിന്നും 8 മക്കൾ, മൊത്തത്തിൽ 12 കുട്ടികളടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. അതിൽ വിജയകാന്ത് ആദ്യത്തെ ഭാര്യയിൽ മൂന്നാമത്തെ കുട്ടിയോ മറ്റോ ആയിരുന്നു. ഇദ്ദേഹം 10ാം ക്ലാസ് പോലും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. 10ാം ക്ലാസ്സൊക്കെ തോറ്റുപോയി. പഠനത്തിൽ ഇയാൾ തീരെ പുറകോട്ടായിരുന്നു. ഇവരുടെ അച്ഛന് മധുരയിൽ ഫ്ലവർ മിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യുന്ന ഈ മില്ല് നോക്കി നടത്താൻ പറഞ്ഞു, എൻ്റെ കൂടെ സഹായിക്കുക, മില്ല് നോക്കി നടത്താൻ പറഞ്ഞു. ഇദ്ദേഹം ആണെങ്കിൽ ഉള്ള ഈ MG രാമേന്ദ്രൻ്റെ സിനിമ കണ്ട് സിനിമാ ഭ്രാന്തായിട്ട് നടക്കുകയായിരുന്നു. സിനിമ അഭിനയം തലയ്ക്ക് പിടിച്ച് ഇദ്ദേഹം വീട്ടിൽ നിന്നും പറയാതെ ചെന്നൈയിലേക്ക് മുങ്ങി. ചെന്നൈക്ക് പോയി. ഇദ്ദേഹത്തെ അന്ന് ആൾ കറുത്താണേലും കണ്ടാൽ നല്ല യോഗ്യനായിരുന്നു. ഒത്ത ഹൈറ്റും വെയിറ്റും നല്ല ശരീരമൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. ചെന്നൈ ചെന്ന് ഓരോ സ്റ്റുഡിയോകളിലും കയറി ഇറങ്ങി എനിക്കൊരു അവസരം തരൂ എന്നും പറഞ്ഞ് ഇങ്ങനെ തടി നടന്നു. ആരും ഇദ്ദേഹത്തിന് അവസരം തരാൻ തയ്യാറായില്ല. ഈ സന്ദർഭത്തിൽ ഈയുടെ കൈവശം ഉണ്ടായിരുന്ന പണമെല്ലാം തീർന്നപ്പോഴത്തേക്ക് മധുരയിലുള്ള അച്ഛന് കത്ത് അയക്കുകയോ മറ്റോ ചെയ്തു. അന്നെല്ലാം കത്തിൻ്റെ ഇടപാടാണല്ലോ. കത്തിനാണ്ട് 2 രൂപ 50 പൈസയോ അത്രയാണ്ട്, ഈ 2.50 ഇല്ല, അതിൽ താഴെ റേറ്റ് വേണ്ടേ ഉള്ളൂ. 75 പൈസയോ മറ്റോ ആണെന്ന് തോന്നുന്നു. കത്തയക്കുമ്പോഴത്തേക്ക് അച്ഛന് ഈ മറുപടി കത്തയക്ക് അയച്ചു. ഇത് ഇടപാടുകൾ അയക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ താമസിക്കുന്ന ഒരു സ്ഥലത്തെ അഡ്രസ്സിൻ്റെ കെയറോപ്പിലാണ്. മറുപടി അച്ഛൻ കത്തയച്ചു, മേലാൽ ഇഞ്ഞ് പോരരുത്, മര്യാദയ്ക്ക് ഇപ്പം വന്നാൽ നിന്നെ ഞാൻ സ്വീകരിക്കാം, അതല്ല നീ അവിടെ കിടന്ന് ഭിക്ഷ തെണ്ടേണ്ടി വന്നാലും അവിടെ കിടന്ന് ചാകേണ്ടി വന്നാലും 10 നയാ പൈസ ഞാൻ തരില്ല എന്ന് അച്ഛൻ്റെ നയം വ്യക്തമാക്കി. കാരണം ഇയാളെ കൂടാതെ വേറെയും മക്കളുണ്ട്, 8-10 മക്കൾ വേറെയുണ്ട്. ഇവരെല്ലാം നോക്കണ്ടേ. തന്നെയുമല്ല, പൊതുവെ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണെങ്കിൽ പോലും അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാണുമല്ലോ. അന്നത്തെ സാഹചര്യങ്ങൾ അതല്ലേ. ഒടുവിൽ ഈ പുള്ളി വാശിയോടെ നിരന്തരം കയറി ഇറങ്ങി. ആദ്യം ഈ പുള്ളിക്ക് ലഭിച്ചത് വില്ലനാകാനുള്ള ഒരു അവസരമാണ്. പക്ഷെ പുള്ളി പറഞ്ഞു, ഇല്ല, അഭിനയിക്കുന്നുവെങ്കിൽ ഞാൻ നായകനായിട്ടേ അഭിനയിക്കുന്നുള്ളൂ, വില്ലനായിട്ട് നിങ്ങൾ എന്നെ ആരും ആശ്രയിക്കേണ്ട വരില്ല എന്ന് ഇയാൾ വാശി പിടിച്ചു. പിന്നെയും കാലങ്ങൾ നീണ്ടു പോകേണ്ടി വന്നു. ഈ കാലഘട്ടത്ത് ഉപജീവന മാർഗത്തിനായിട്ട് ചിലവ് നടക്കണമല്ലോ. ഉപജീവന മാർഗത്തിനായിട്ട് പല ജോലികളും അവിടെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിലൂടെയാണ് ആഹാരങ്ങൾ കഴിക്കാനുള്ള പൈസ സ്വരൂപിക്കണമല്ലോ. എന്നിങ്ങനെ ജീവിക്കുമ്പോഴാണ് പുള്ളിക്ക് ഏറ്റവും ഒടുവിൽ ഒരു നായകനായിട്ട് ചെന്നൈ വന്ന് 2-3 വർഷം കഴിഞ്ഞാന്ന് ഓർക്കണം, നായകനായിട്ടൊരു സിനിമയിൽ അവസരം കിട്ടുന്നു. ആ സിനിമയിലും പറയത്തക്ക വലിയൊരു പ്രസക്തമായ കഥാപാത്രമൊന്നും അല്ലെങ്കിലും പുള്ളിക്ക് കിട്ടി. പുള്ളി അഭിനയിച്ചെല്ലാം കഴിഞ്ഞ് പുള്ളിക്ക് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ പുള്ളിക്ക് ഭക്ഷണത്തിനായിട്ട് ഇടവേളകൾ വിടും. സിനിമ സെറ്റുകളിൽ അരമണിക്കൂർ നേരമോ 1 മണിക്കൂർ നേരം അങ്ങനെ കണ്ടായിരുന്നു. അങ്ങനെ ഇടവേളകളിലാണ് പുള്ളിക്ക് ഈ നായന്മാർക്ക് ഒരു സൈസ് ഫുഡ്, ടെക്നീഷ്യന്മാർക്ക് ഒരു സൈസ് ഫുഡ്, അല്ലാതെ ഈ ഗ്രൂപ്പ് ആക്ടേഴ്സിന് ഒരു സൈസ് ഫുഡ്, ഇങ്ങനെ 3-4 കാറ്റഗറിയാണ്. ഈ പുള്ളി ഫസ്റ്റ് നായകനും കൂടെ ആയതുകൊണ്ട് പുള്ളിക്ക് വലിയ സ്റ്റാൻഡേർഡുള്ള ഫുഡൊന്നും കിട്ടിയില്ല. തന്നെയുമല്ല, വേഗം കഴിച്ച് വരണം, അടുത്ത ഷോട്ട് റെഡിയായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടായി. അതിൽ പിന്നെ പുള്ളി സെക്കൻഡ് മൂവി തൊട്ട് പുള്ളി ഒരു കാര്യം തീരുമാനിച്ചു, എന്ത് കേസ് കെട്ടുണ്ടെങ്കിലും ആഹാരം എല്ലാവർക്കും ഒരേപോലെ കിട്ടണം. അത് നായകനായാലും കൊള്ളാം, വില്ലനായാലും കൊള്ളാം, ക്യാമറാമാനായാലും ലൈറ്റ് ബോയ് ആയാലും കൊള്ളാം, എല്ലാവർക്കും ഭക്ഷണം കിട്ടുകയും വേണം. ഭക്ഷണം കഴിക്കാനുള്ള സമയം അവർക്ക് പൂർണ്ണമായി അനുവദിച്ചു കൊടുക്കണം. അത് എന്ത് കേസ്, അതിൽ കഴിഞ്ഞുള്ള സിനിമാ പിടുത്തമൊക്കെ മതി എന്ന് പുള്ളി സ്വയം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. സ്വയം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് പുള്ളി ഒരു 1-2 ഹിറ്റ് സിനിമകൾ കിട്ടിക്കഴിഞ്ഞാൽ കേട്ടോ, അല്ലാതെ രണ്ടാമത്തെ മൂവി തൊട്ടല്ല. 1-2 മൂവികൾ ഹിറ്റായി കഴിഞ്ഞപ്പം പുള്ളിക്ക് ഒരു പേരായി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പ്രവണത പുള്ളിയുടെ മരണശേഷം പുള്ളിയുടെ ഈ പാർട്ടിയുടെ ഓഫീസിൽ ഇന്നും അത് തുടരുന്നുണ്ട്. അന്നദാനം നേരത്തെ ജീവിച്ചിരിക്കുമ്പോഴും പുള്ളിയുടെ പാർട്ടി ഓഫീസിൽ ഒരു സൈഡ് പൂർണ്ണമായിട്ടും അന്നദാനത്തിന് വേണ്ടി തന്നെ ഒതുക്കിയിരുന്നു. ഉച്ച സമയത്ത് ആര് എന്നാലും ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചു പോകണം, ഒരു മടുപ്പുമില്ല. ഇന്നും ആ പ്രവണത തുടർന്നു തന്നെ. ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു മൊശടനാന്നൊക്കെ തോന്നും, പക്ഷെ അതൊന്നുമല്ല.
ആളൊരു ശുദ്ധനാണ്. കാര്യമായ ക്വാളിഫിക്കേഷനൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ ഉള്ള ഒരു സ്വഭാവമാണെന്നേ ഉള്ളൂ. മറ്റാരോടും ഇടപെടാനായിട്ട് നല്ല ഒരു അതായത് ഒരു സിനിമ താനൊരു നായകനാണെന്നും തൻ്റെ ലക്ഷ്യങ്ങൾ തനിക്ക് പ്രതിഫലം ഉണ്ടെന്നും എന്നുള്ളതൊന്നും യാതൊരു അഹംഭാവമൊന്നും ഇല്ലാത്ത ശരാശരിയിലും ശരാശരി അങ്ങേയറ്റം താഴ്ത്തട്ടി നിൽക്കുന്നവരോടുകൂടി വരെ പുള്ളി ഒത്തൊരുമയോട് പോകുന്ന ഒരു സാധാരണ ഒരു മനുഷ്യനായിരുന്നു. രാഷ്ട്രീയത്തിൽ ശകലം പോരായ്മകളൊക്കെ ഉണ്ടായി, അതിൻ്റെതായ പുള്ളി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ എന്നാലും നമ്മൾ ടി വി സ്ക്രീനിൽ കാണുന്ന സ്വഭാവമൊന്നും ആയിരുന്നില്ല പുള്ളി തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. അല്ലാതെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊരു ദിവസം നമുക്ക് ആലോചിക്കാം, അല്ലെ മറ്റൊരു ദിവസം തീരുമാനിക്കാം എന്നുള്ള സ്വഭാവക്കാരനൊന്നുമല്ല. ഒരിക്കൽ നമ്മുടെ മമ്മൂട്ടിയുടെ ക്രോണിക് ബാച്ചിലർ എന്ന സിനിമ തമിഴിൽ റീമേക്ക് ചെയ്യാൻ പുള്ളി തീരുമാനിച്ചപ്പം ആദ്യം സിദ്ദിഖിനെയാണ് ആശ്രയിച്ചത്. സിദ്ദിഖാണല്ലോ അതിൻ്റെ സംവിധായകൻ. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ആദ്യം അദ്ദേഹം പിന്മാറി, കാരണം വേറെ വർക്കുകളുണ്ടെന്നും പറഞ്ഞു. ഒടുവിൽ വിജയകാന്ത് പറഞ്ഞു, എപ്പോഴാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആകുമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നിങ്ങളെ കൊണ്ട് തന്നെ എനിക്ക് ആ പണം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം സിദ്ദിഖിന് മനസ്സിലായി വിജയകാന്ത് ഒഴിയുന്നില്ല, നമ്മളെ കൊണ്ടേ പോവുള്ളൂ. ഒടുവിൽ സമ്മതിച്ച് എൻ്റെ വർക്കുകളെല്ലാം തുടങ്ങി. ആ സിനിമയുടെ വർക്കുകളൊക്കെ എങ്കൾ അണ്ണ അങ്ങനെയാണെന്ന് തോന്നുന്നു പടത്തിൻ്റെ പേര്. വർക്കുകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യത്തിൽ സിദ്ദിഖിന് ഉള്ളിൻ്റെ ഒരു ഭയമുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഇയാളെ കണ്ട് ഒരു മൊഷടൻ്റെ ഒരു സൈസല്ല, ഒരു പരുക്കൻ സ്വഭാവവും. ഈ പുള്ളി തന്നെയാണ് നായകൻ, ഈ പുള്ളിയുടെ സ്വന്തം നിർമ്മാണ കമ്പനിയും കൂടിയാണ്. അപ്പം നമ്മളെ ഇട്ടങ്ങ് വട്ടം കറക്കുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ തുടങ്ങി ആ സിനിമ റിലീസ് ചെയ്യുന്നവരെ ഒരു സ്ഥലത്ത് പോലും താനൊരു പ്രൊഡ്യൂസറാണെന്നോ അല്ലെങ്കിൽ താനൊരു അറിയപ്പെടുന്ന നായക നടനാണെന്നോ യാതൊരു അഹംഭാവവും പുള്ളി കാണിച്ചിട്ടില്ല. പുള്ളി പൂർണ്ണമായിട്ടും പറഞ്ഞിരിക്കുന്ന സിദ്ദിഖിനോട്, സിദ്ദിഖ് സാറാണ് ഇതിൻ്റെ സിനിമയുടെ കപ്പിത്താൻ. സാർ എന്ത് പറയുന്നു, എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് ചെയ്യാം, നിർമ്മാതാവ് എന്ന നിലയ്ക്ക് ഞാൻ തയ്യാറാണ്, നടൻ എന്ന നിലയ്ക്ക് സാർ ഏതറ്റം വരെ അഭിനയിക്കാൻ പറയുന്നു, അത് എത്ര ഷോട്ടുകൾ എടുക്കേണ്ടി വന്നാലും സാർ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കല്, അന്തസ്സായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞോണം ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് അത്രയ്ക്കും എളിമയോടെ പറഞ്ഞ ഒരു മനുഷ്യനാണ്. എളിമയോടെ പറയുകയും ചെയ്യുക മാത്രമല്ല, അത്രത്തോളം സഹകരിക്കുകയും ചെയ്തു എന്നാണ് സിദ്ദിഖിക്ക ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. സത്യത്തിൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. പക്ഷേ എന്തു ചെയ്യാം, തമിഴ്നാട് ജനത അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല, രാഷ്ട്രീയത്തിൽ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല. അതിൻ്റെ ഒരു പരാജയമാണെന്ന് തോന്നുന്നു. ഇന്നും അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 364 ദിവസമായി. ഇന്നും അദ്ദേഹത്തിൻ്റെ കബറടക്കിയ സ്ഥലത്ത് ഇന്നും ആയിരക്കണക്കിന് ജനങ്ങൾ സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്ന് സന്ദർശിച്ച് മടങ്ങുന്നുണ്ട്. ചെന്നൈയിൽ നമ്മുടെ ജയലളിതയുടെയും MG രാമേന്ദ്രൻ്റെയൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം നിത്യേന ആൾക്കാർ വന്ന് കാണാൻ വരുന്നുണ്ട്. അതൊരു മെയിൻ പോയിന്റിലാണ് വെച്ചിരിക്കുന്നത്, മെറീന ബീച്ചിനോട് ചേർന്ന്. പക്ഷേ അതൊന്നുമല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് സ്ഥലമാണ്. പക്ഷേ അതൊന്നുമല്ല, ഇത് ഇവരുടെ സ്വന്തം, ഇദ്ദേഹത്തിൻ്റെ സ്വന്തം വസ്തുവിൽ തന്നെയാണ് അടക്കിയിരിക്കുന്നത്. പഴയ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്ന സ്ഥലമുണ്ടല്ലോ, അതെ, ആ ബസ് സ്റ്റാൻഡ് ഇരുന്ന സ്ഥലം, അതിൻ്റെ പരിസരത്താണ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ്, പാർട്ടി ഓഫീസ്. ആ ഓഫീസിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത്. എന്തു ചെയ്യാം, അല്ലെങ്കിലും സത്യസന്ധതയ്ക്കും നന്മയ്ക്കൊന്നും അധികം ആയുസ്സും ഇല്ല, കാലങ്ങളുമില്ല. അത് രാഷ്ട്രീയത്തിലായാലും കലാരംഗത്തായാലും സാധാരണപ്പെട്ട ജീവിതങ്ങളിലാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. ജീവിച്ചിരുന്ന അദ്ദേഹം സിനിമാ അഭിനയത്തിൽ നിന്നും അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഓപ്പോസിറ്റ് 2 ജാമ്പവാന്മാരാണ് ഉണ്ടായിരുന്നു. ഒന്ന് DMKയുടെ കരുണാനിധി, മറ്റേത് AIADMKയുടെ ജയലളിത. ഈ 2 പേരുടെ നടുക്കെയാണ് പുള്ളി രാഷ്ട്രീയത്തിൽ വന്നു. ഇദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം അവിടെ പിടിച്ചെടുക്കുകയും ചെയ്തു. ശ്രേഷ്ഠകാലം പിന്നീടുണ്ടായ നാടകീയതയെല്ലാം നമ്മളെല്ലാം കണ്ടതാണ്. ഈ മനുഷ്യൻ കോടികൾ ആസ്തി ഉണ്ടായിട്ടും പുള്ളിക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് പഴങ്കഞ്ഞിയും ചുവന്നുള്ളിയുമാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം. സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ജില്ലകളിലൊക്കെ മറ്റുള്ള സംസ്ഥാനത്തൊക്കെ പോകേണ്ടി വന്നാലും പുള്ളി 5 സ്റ്റാർ ഹോട്ടലിലൊന്നും താമസിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. പുള്ളിക്കൊന്ന് കിടക്കാൻ ഒരു ബെഡ് വേണം നിർബന്ധവുമില്ല. ഒരു പായും തലയണം കിട്ടിയാലും മതി, ഒരു ഫാനും കിട്ടിയാൽ മതി, ഞാൻ എവിടെയാണെങ്കിലും കിടക്കും. അല്ലാതെ അദ്ദേഹം നായകനാണ്, രാഷ്ട്രീയ നേതാവാണ്, അതുകൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ റൂം വേണം എന്നുള്ള യാതൊരു വാശിയില്ല. അത്രത്തോളം ഒരു സിമ്പിൾ മാൻ ആയിരുന്നു
കഴിഞ്ഞ വർഷം മരണപ്പെട്ട സിനിമാ നടൻ വിജയകാന്ത്. അദ്ദേഹത്തെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ദീപം FIS യൂട്യൂബ് ചാനൽ ഇവിടെ പൂർത്തിയാകുന്നു. പരിപാടികൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.